അന്നാണ് ബീഹാറിൽ മെട്രിക്കുലേഷൻ വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. 1952 ആദ്യ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചതിന് ശേഷം ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും അദ്ദേഹം തോറ്റിട്ടില്ല. ഇത്രയും കാലം കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരുകൾ മറ്റു പല ജനനേതാക്കളെയും പോലെ കർപ്പൂരി താക്കൂറിനെയും അവഗണിക്കുകയായിരുന്നു. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ. ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇക്കുറി ഭാരതരത്നം ലഭിച്ചത് കർപ്പൂരി താക്കൂറിനാണ്. പുതുതലമുറ അധികം കേട്ടിട്ടില്ലാത്ത പേരാണത്. ആരാണ് കർപ്പൂരി താക്കൂർ? എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി? ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. ജനനായക് കർപ്പൂരി താക്കൂർ ജി ഒരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം ബീഹാറിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുമപ്പുറം ബീഹാറിലെ സോഷ്യലിസ്റ്റ് ബേബികളായ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, രാം വിലാസ് പാസ്വാൻ, ശരദ് യാദവ് തുടങ്ങിയവരുടെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു ശ്രീമാൻ കർപ്പൂരി താക്കൂർ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുകയാണെങ്കിൽ ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ പിതൗഞ്ചിയ ഗ്രാമത്തിൽ ഗോകുൽ താക്കൂറിൻ്റെയും രാം ദുലാരി ദേവിയുടെയും മകനായി 1924 ജനുവരി 24 കർപ്പൂരി താക്കൂർ ജനിച്ചത്. ഇപ്പോൾ പിതൗഞ്ചിയ എന്ന ആ ഗ്രാമത്തിൻ്റെ പേര് കർപ്പൂരി ഗ്രാം എന്നാണ്. അതീവ പിന്നോക്ക വിഭാഗമായ നായ് സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ഈ വിഭാഗത്തിൻ്റെ കുലത്തൊഴിൽ നോക്കിയാൽ ഇവർ ക്ഷുരകന്മാരായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 26 മാസം ജയിൽവാസം അനുഷ്ഠിച്ചു. കർപ്പൂരി താക്കൂർ വളരെ ശക്തനായ ഒരു വാഗ്മി കൂടിയായിരുന്നു. സ്വാതന്ത്ര്യ സമര സമയത്ത് പട്നയിലെ കൃഷ്ണ ടാക്കീസ് ഹാളിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വിപ്ലവകരമായ ഒരു പ്രസംഗം നടത്തി. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ വളരെ ഉയർന്നതാണ്. നാം വെറുതെ ഒന്ന് തുപ്പിയാൽ ബ്രിട്ടീഷ് രാജ് നശിപ്പിക്കപ്പെടും. ഈ പ്രസംഗം കാരണം അദ്ദേഹത്തിന് ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം താക്കൂർ തൻ്റെ ഗ്രാമത്തിലെ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു. സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി താജ്പൂർ മണ്ഡലത്തിൽ നിന്ന് 1952 അദ്ദേഹം ബീഹാർ വിധാൻസഭയിൽ അംഗമായി. 1960 കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പൊതുപണിമുടക്കിൽ P&T ജീവനക്കാരെ നയിച്ചതിന് അദ്ദേഹം അറസ്റ്റിലായി. 1970 ടെൽക്കോ തൊഴിലാളികളുടെ സമരത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം 28 ദിവസമാണ് നിരാഹാര സമരം നടത്തിയത്. 1967 ബീഹാറിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ അധികാരമേറ്റപ്പോൾ അതിലെ ഉപമുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു ശ്രീമാൻ കർപ്പൂരി താക്കൂർ. 1970 1977 കർപ്പൂരി താക്കൂർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാലാവധി കേവലം 163 ദിവസം മാത്രമായിരുന്നു. എന്നാൽ 1977 ജനതാ തരംഗത്തിൽ ജനതാ പാർട്ടി വൻ വിജയം നേടിയപ്പോൾ കർപ്പൂരി താക്കൂർ 2ാം തവണയും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന് തൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ആ 2 വർഷത്തിൽ താഴെയുള്ള ആ ചെറിയ ഭരണകാലത്ത് അദ്ദേഹം സമൂഹത്തിലെ താഴേക്കിടയിലുള്ള അധസ്ഥിതരുടെ താല്പര്യങ്ങൾക്കായി ധാരാളം കാര്യങ്ങൾ ചെയ്തു. അന്നാണ് ബീഹാറിൽ മെട്രിക്കുലേഷൻ വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലും ഹിന്ദി നിർബന്ധമാക്കിയത് അന്നാണ്. സർക്കാർ ജോലികളിൽ പിന്നോക്ക ജാതിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുവാൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന മുംഗേരി ലാൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാനുള്ള താക്കൂറിൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തെ ജനനായക് എന്ന പദവിയിലേക്ക് ഉയർത്തിയത്. ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ സമൂലമായ മാറ്റത്തിന് കാരണമായി. ഇതിനുശേഷം കർപ്പൂരി താക്കൂറിൻ്റെ രാഷ്ട്രീയ ശക്തി വളരെയധികം വർദ്ധിക്കുകയും അദ്ദേഹം ബീഹാറിലെ രാഷ്ട്രീയത്തിൽ സോഷ്യലിസത്തിൻ്റെ ഒരു വലിയ മുഖമായി മാറുകയും ചെയ്തു. 1952 ആദ്യ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചതിന് ശേഷം ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും അദ്ദേഹം തോറ്റിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഇത്രയും നീണ്ട യാത്രയ്ക്ക് ശേഷവും അദ്ദേഹം മരിക്കുമ്പോൾ കുടുംബത്തിന് നൽകാനായി തൻ്റെ പേരിൽ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ആ കർപ്പൂരി താക്കൂറിൻ്റെ ശിഷ്യന്മാരാണ് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും രാം വിലാസ് പാസ്വാനും ഒക്കെ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ 1980 മുതൽ 88 വരെ അദ്ദേഹമായിരുന്നു ബീഹാറിലെ പ്രതിപക്ഷ നേതാവ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ലാലു പ്രസാദ് യാദവ്
ബീഹാറിൻ്റെ പ്രതിപക്ഷ നേതാവായി മാറുന്നതും ഇന്നത്തെ നിലയിലേക്ക് വളരുന്നതും. ജനതാ പാർട്ടിയുടെ കാലത്ത് ലാലുവും നിതീഷും കർപ്പൂരി താക്കൂറിൻ്റെ വിരലിൽ തൂങ്ങിയാണ് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. കർപ്പൂരി താക്കൂർ 1988 അന്തരിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്നും ബീഹാറിലെ പിന്നോക്കക്കാരും അങ്ങേയറ്റം പാവപ്പെട്ടവരുമായ വോട്ടർമാർക്കിടയിൽ അദ്ദേഹം വളരെ ജനപ്രിയനാണ്. ഇത്രയും കാലം കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരുകൾ മറ്റു പല ജനനേതാക്കളെയും പോലെ കർപ്പൂരി താക്കൂറിനെയും അവഗണിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കാലം കോൺഗ്രസ് സർക്കാരുകൾ ഭാരതരത്നം നൽകാതെയിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളിൽ രാഷ്ട്രീയക്കാരുടെ പേരുകൾ ദിവസവും ഉയർന്നു വരുമ്പോൾ കർപ്പൂരിയെപ്പോലെയുള്ള നേതാക്കളും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയുടെ പല കഥകളും ബീഹാറിൽ ചെന്നാൽ ഇപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയും. 2024 ജനുവരി 24 അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തിന് മുന്നോടിയായി ഭാരത സർക്കാർ അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറെ വൈകിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിലൂടെ ലഭിച്ച അംഗീകാരമാണിത്. ഒരു പുതിയ വിഷയവുമായി നേർക്കാഴ്ചയിൽ വീണ്ടും കാണാം. ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ, സൈനിങ് ഓഫ്.